പേര് രാജൻ അല്ലേ? അപ്പോൾ ഈ കലാഭവൻ മണിക്ക് നാടൻ പാട്ടുകൾ അയച്ചു കൊടുക്കുന്നത് അയിലൂരത്തെ ഒരു സ്വാമിനാഥൻ പേരല്ല. പിന്നെ കുമരേഷിൻ്റെ ബന്ധുവാണ് കലാഭവൻ മണിൻ്റെ പാട്ട് കൊടുക്കുന്ന ആൾ. കുമരേഷിന്റെ ബന്ധുവാണ് ഈ നാടൻ പാട്ട് കലാകാരൻ അല്ലേ അയിലൂരുള്ളത്. ഇവർ രണ്ടുപേരും ചേർന്ന് ഇതൊക്കെ കലാഭവൻ മണിക്ക് എത്തിച്ചു കൊടുക്കും. ചാലക്കുടി പോയി കൊണ്ടേ കൊടുക്കുകയാണ്. ചാലക്കുടി പേര് മൂപ്പര് വെക്കില്ല, പാടുന്നത് കലാഭവൻ മണിയാ. അപ്പൊ അത് മൂപ്പരെ പേര് കൊടുക്കുന്ന വീടാണ്. പിന്നെ പ്രണവ് ശശി ഉണ്ടല്ലോ, അതൊക്കെ ഇവര് പരിചയക്കാരാണ്. പിന്നെ ഈ ഫോട്ടോസ്റ്റാറ്റ് ഒക്കെ ഇവിടെ കിട്ടുന്നത് അതിന്റെ ആ പാട്ടിന്റെ ഫോട്ടോസ്റ്റാറ്റുകൾ കിട്ടും. പുതിയ പാട്ടുകളും പുതിയത് വേണമെങ്കിൽ എടുത്തു തരും. ഉടനെ പാട്ട് എഴുതി തരും ഉണ്ടാക്കിയിട്ട്. ശരി, പെട്ടെന്ന് ഒരു 2-3 മണിക്കൂറിനുള്ളിൽ പാട്ട് എഴുതി തരും. അങ്ങനെ ഉള്ള ആളാണ് കുമരേശൻ. നമ്മുടെ ഇവിടെ 2-3 മണിക്കൂറിനുള്ളിൽ പെട്ടെന്ന് പാട്ട് എഴുതിയിട്ട് അത്രയും കഴിവുള്ള ആളാണല്ലേ? എങ്ങനെ നാടൻ പാട്ട് മാത്രം. നാടൻ പാട്ടെങ്കിൽ നാടൻ പാട്ട്. ആ ശരി ശരി. നമ്മുടെ ഒരു സ്ഥലത്ത് ദേശത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ വേറെ നിമിഷ കവികളൊക്കെ പോലെ നിമിഷ കവിതകൾ നമ്മുടെ പരിസരവാസികളുടെ ആൾക്കാർ പറ്റിയും കവിതകൾ പറ്റിയ കവിതകൾ നമ്മുടെ ഇവിടുത്തെ ആചാരങ്ങളും ഇവിടുത്തെ. അപ്പോൾ അവർക്ക് എന്ത് ജോലി? ഇങ്ങനെ കവിത എഴുതൽ മാത്രമാണോ? ടൈലറായിരുന്നു, പോകുന്നില്ല, ഷൂവിൽ അതുകൊണ്ട് പോകുന്നില്ല. ഇരുന്ന് കാലിൽ ഷൂവിൽ അതുകൊണ്ട് ഇരുന്ന് കഴിയാണ് പോകുന്നുണ്ട്. പരിപാടികൾക്ക് പോകുന്നുണ്ട്, പല ഉദ്ഘാടനങ്ങൾക്കൊക്കെ. കുമരേശ് ഇവിടെ വന്നു.